യാക്കോബായ സഭയ്ക്ക് സേവനം ചെയ്തു എന്ന് ഇവരാരോപിക്കുന്ന പിണറായി വിജയനോ അദ്ദേഹത്തിന്റെ പൂർവികരോ അദ്ദേഹത്തിന്റെ അയൽവകത്ത് പോലും ഒരു യാക്കോബക്കാരനില്ല ഈ പിണറായി ഗ്രാമത്തിൽ ചെന്ന് നോക്കിയാൽ. അപ്പൊ അതുകൊണ്ട് അതിലൊന്നും ഒരർത്ഥവുമില്ല. പിണറായി വിജയൻ യാക്കോബായ സഭയ്ക്ക് ഉപകാരം ചെയ്തു എന്നുള്ളത് വ്യക്തമാണ്. പക്ഷെ യാക്കോബായ സഭയ്ക്ക് ചെയ്തതിനേക്കാൾ ഉപകാരം ഈ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയ്ക്കാണ് ചെയ്തത്. യാക്കോബായക്കാരുടെ കയ്യിലിരുന്ന 64 പള്ളികൾ പോലീസിനെ ഉപയോഗിച്ച് പിടിച്ചെടുത്ത് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയ്ക്ക് സമ്മാനിച്ചത്, പിറവം പള്ളിയും മുളന്തുരുത്തി പള്ളിയും അടക്കമുള്ള പള്ളികൾ പിടിച്ചെടുത്തു കൊടുത്തത് പിണറായി വിജയനാണ്. പക്ഷെ അത് ഇവർ ഓർക്കുന്നില്ല, പെട്ടെന്ന് മറന്നു പോകുന്നു. അപ്പൊ ഓർത്തഡോക്സിയിൽ നമുക്ക് ഓർമ്മ വേണം, നന്ദി വേണം, മെമ്മറി ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. അതാണ് 2 ഓർത്തഡോക്സ് ഗുണങ്ങൾ. സോ സ്മരണ വേണം, സ്മരണ. നിങ്ങൾക്ക് യാക്കോബക്കാരുടെ പള്ളി പിടിച്ചു തന്ന ആളാരാണ്? നിങ്ങളുടെ സൺഡേ സ്കൂൾ പരീക്ഷയ്ക്ക് അത് ചോദ്യമായിട്ട് ഉൾപ്പെടുത്തണം. യാക്കോബായ പക്ഷത്തിരുന്ന് 64 പള്ളികൾ പിടിച്ചെടുത്ത് നമുക്ക് തന്നത് ആരേ? ഉത്തരം VS അച്യുതാനന്ദൻ, പിണറായി വിജയൻ, അച്യുതമേനോൻ, ഉമ്മൻചാണ്ടി, ഇങ്ങനെ കൊടുക്കണം. അപ്പൊ കറക്റ്റ് ഉത്തരം പിണറായി വിജയൻ. സഖാവ് പിണറായി വിജയനാണ് നിങ്ങൾ 64 പള്ളി പിടിച്ചു തന്നെ. എന്നിട്ട് വീണ്ടും പറയുകയാണ് യാക്കോബായക്ക് സഭയ്ക്ക് അദ്ദേഹം എന്തോ ചെയ്തെന്ന്. ഞങ്ങൾക്ക് നാഥനെ കിട്ടി എന്ന് പൗലോസ് ദിദിയൻ ബാവ വിശേഷിപ്പിച്ചത് ആരെ കുറിച്ചാണ്? സൺഡേ സ്കൂളിന്റെ അടുത്ത ചോദ്യം നിങ്ങൾക്ക് ഇടാം. ഞങ്ങൾക്കൊരു നാഥനുണ്ടായി എന്ന് പൗലോസ് ദിദിയൻ ബാവ വിശേഷിപ്പിച്ച ആരെ കുറിച്ചാണ്? ഉമ്മൻചാണ്ടിയെ കുറിച്ചാണ്? അല്ല, ഉമ്മൻചാണ്ടിയെ ചതിയൻ എന്നാണ് വിശേഷിപ്പിച്ചത്, വഞ്ചകൻ എന്നാണ് വിശേഷിപ്പിച്ചത്. പക്ഷെ പിണറായി വിജയനെ നാഥനെന്നും നായകനെന്നും ആണ് വിശേഷിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് കാലം ഒന്നിനും മാപ്പ് നൽകില്ല.